ഹായ് എവരി വൺ. തൊട്ടു മുൻപത്തെ ബംഗാളി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എപ്പോൾ എന്ന് പറയാനുള്ള ഒരു വാക്കാണ്. കൊക്കോൻ എന്നാണ് ആ വാക്ക്. അതോടുകൂടെ നമ്മൾ ബംഗാളിൽ ആകെ ഇതൊരു പഠിച്ചിരിക്കുന്നത് 6 ചോദ്യവാക്കുകളാണ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, എവിടെ, ആര്, ആരെ, ആരോട്, പിന്നെ ഈ എപ്പോൾ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനോട് കുറച്ചും കൂടി ബന്ധപ്പെട്ടൊരു വാക്കാണ്. അതായത് എപ്പോൾ എന്ന് പറഞ്ഞ വാക്കിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. അതാണ് എന്ന്. ഓക്കെ, അപ്പം മലയാളത്തിലും ബംഗാളിയിലും ഭയങ്കര സാമ്യമുണ്ട്. അതായത് എന്ന് പറയാനായിട്ട് സെപ്പറേറ്റ് ഒരു വാക്കുണ്ട്. പക്ഷേ വേറെ കുറെ ഭാഷകളൊന്നും അതില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കോബെ. ഹിന്ദിയിൽ കബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. കബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ്. ഈ കബ് എന്നതിന് ശരിക്കും എപ്പോൾ എന്ന് വേണമെങ്കിൽ അർത്ഥമുണ്ട്, പിന്നെ എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കോൻസാ ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസം എന്നാണ്. നമുക്ക് ഏത് ദിവസം എന്ന് പറഞ്ഞ വേറെ വാക്കുണ്ട്, എപ്പോൾ എന്ന് പറഞ്ഞ വാക്കുണ്ട്, പിന്നെ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ കബ് ആണ് ബംഗാളിൽ കോബെ ആയി മാറുന്നത്. ഓക്കെ, അപ്പം കോബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് എന്ന്, ഏതെങ്കിലും ഒരു ദിവസം എന്ന് മാത്രമേ അതിന് ഉത്തരം വരാൻ പാടുള്ളൂ. പക്ഷേ കൊക്കോൻ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എപ്പോൾ എന്ന് വെച്ചാൽ സമയവും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ദിവസവും പറയാം. മലയാളത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴാണ് ഞാൻ വന്നത് കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ദിവസമാകാം. അതായത് ഞാൻ അവൻ എപ്പോഴാണ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്, അല്ലെങ്കിൽ 15-ാം തീയതിയാണ് വന്നത് എന്നൊക്കെ പറയുന്ന നേരത്ത് അവിടെ നമുക്ക് ഉത്തരമായിട്ട് ഏതൊരു ഡേറ്റ് കൊടുക്കാം. പക്ഷേ ചോദ്യം ചോദിക്കുന്ന നേരം, അതായത് എന്നാണ് വന്ന് ചോദിക്കുന്ന നേരത്ത് നമുക്ക് പറയാൻ പറ്റില്ല. 5 മണിക്കാണോ വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ രാവിലെയാണോ വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ദിവസം പറയണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ, കൺഫ്യൂഷൻ ആയെങ്കിൽ മാറ്റി കളഞ്ഞേക്ക്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന്, പിന്നെ ഇന്ന്, ഇന്നലെ, നാളെ, നാളെ കഴിഞ്ഞ്, പിന്നെ ഈ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട്, അതായത് കോബെ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളും കൂടിയാണ്. ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന 4 ക്രിയകൾ: വായു, പോകൂ, പറയൂ, പിന്നെ ചെയ്യൂ. അതായത് ഞാൻ ഈ 3 കാലം പറഞ്ഞല്ലോ, അതിനകത്ത് വർത്തമാനകാലം ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അത് വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഭാവികാലവും ഭൂതകാലവും, അതായത് വരും, പോകും, പറയും, ചെയ്യും. അതുപോലെ തന്നെ വന്നു, പോയി, പറഞ്ഞു, ചെയ്തു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്ന നേരത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം എ മലയാളി. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാനായിട്ട് കോബെ എന്നാണ്. എന്ന് ചോദിച്ചാൽ മാത്രം പോരല്ലോ, എന്നാണെന്ന് പറയണമല്ലോ. അപ്പം ഇന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആജ്. ഹിന്ദിയിലെ ആജ് തന്നെയാണ് ബംഗാളിലെ ആജും. ഉച്ചാരണത്തിൽ പോലും വ്യത്യാസമില്ല. ഓക്കെ, ഇനി ഇന്നലെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗോതോകാൽ. ഓക്കെ, ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നാളെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഗോതോകാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ, പിന്നെ നാളെ എന്ന് പറയാനായിട്ട് ആഗാമികാൽ. ഹിന്ദിയിൽ കൽ എന്ന് പറഞ്ഞ ആകെ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇന്നലെ എന്ന് പറയാനും നാളെ എന്ന് പറയാനും. പക്ഷേ ബംഗാളിയിൽ രണ്ടിനും വേറെ വേറെ വാക്കുകളുണ്ട്. ഓക്കെ, കൽ എന്നത് കാൽ എന്നാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞ ഒരു ശബ്ദം ബംഗാളിയിൽ ഇല്ല. ഇതിനെ വേണമെങ്കിൽ ഒരു കൊല്ലെന്ന് പറയാമായിരുന്നു, പക്ഷെ പറയുന്നത് അങ്ങനെയല്ല, കൽ എന്നാണ്. ഓക്കെ, അപ്പം സോറി, കാൽ എന്നാണ്. അപ്പം ഗോതോകാൽ, പിന്നെ അഗമികാൽ. ഞാൻ ഈ പറഞ്ഞ ഈ ഗോതോകാൽ ഉണ്ടല്ലോ, ഇത് തന്നെ ശരിക്കും അവരെഴുതുന്നത് ഗ, ത, ക, എൽ എന്നാണ്. നമ്മൾ ശരിക്കും അത് നമ്മുടെ ഒരു ഭാഷയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഗതകാൽ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഗോതോകാൽ എന്നാണ്. കാരണം ആ എന്ന് പറയുന്ന ശബ്ദം ഉച്ചാരണമില്ല. അപ്പം ഗോതോകാൽ. ഓക്കെ, നാളെ എന്ന് പറയാനായിട്ട് അഗമികാൽ. നമ്മുടെ സംസ്കൃതമായിട്ട് കുറച്ചും കൂടി അടുത്തെടുക്കുന്ന ഒരു വാക്കാണത്. ഓക്കെ, ഇനി മറ്റന്നാൾ എന്ന് പറയാനായിട്ട് പൊർഷു എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ പർസോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ബംഗാളിലെ പൊർഷു ആയി മാറുന്നത്. മിനിയാന്ന് എന്ന് പറയാനായിട്ട് ഉള്ള വാക്കാണ് ഗോതോ പൊർഷു. ഓക്കെ, അപ്പം ഗോതോകാൽ ഇന്നലെ, ഗോതോ പൊർഷു മിനിയാന്ന്, അഗമികാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ, പിന്നെ ചുമ്മാ പൊർഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് കറച്ച് മറ്റന്നാൾ. ഇനി അടുത്തത് ഈ കോബെ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എങ്ങനെയൊക്കെ സെന്റൻസിൽ ഉപയോഗിക്കാമെന്നാണ്. നമ്മുടെ തൊട്ടു മുൻപ് ഞാൻ ചെയ്ത കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു തന്നപ്പം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം
ആ കൊക്കോൻ എവിടേക്കാണ് വരുന്നത് അവിടെയൊക്കെ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്കെടുത്ത് മാറ്റി കോബെ എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാക്കായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ലാഭിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് ഈ ഒരു വീഡിയോ വീണ്ടും തുടർന്ന് കാണണമെന്നാണെങ്കിൽ, അതായത് ഓരോ വാക്കും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുക്കണം, പഠിക്കണം, സംസാരിക്കണം, വീണ്ടും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡിനെ ഫോളോ ചെയ്യാം. അതായത് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ, അദ്ദേഹം എന്നീ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ച 4 പ്രധാനപ്പെട്ട ക്രിയകൾ, അതായത് വായോ, പോകൂ, പറയൂ, ചെയ്യൂ അല്ലെങ്കിൽ ജോലി ചെയ്യൂ, ഇങ്ങനെയുള്ള എല്ലാ ക്രിയകളിലും കൂടി ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം ഇതിലൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ സബ്ജക്ട് ആമി, ആദ്യത്തെ ക്രിയ ആഷോ. ഇനി ആദ്യത്തെ കാലം ഭാവികാലം. ഇതിൽ എങ്ങനെയാണ് കോബെ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് അത് വെച്ച് തുടങ്ങാം. ഞാൻ എന്ന് വരും. ഓക്കെ, ഇതൊരു ലോജിക്കലായി ശരിയായ ഒരു ചോദ്യമല്ല. കാരണം ഞാൻ എന്ന് വരുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. നീ എന്ന് വരും. ഓക്കെ, തുമി കോബെ ആഷ്ബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ന് വരും. ഇനി താങ്കൾ എന്ന് വരും ചോദിക്കാനായിട്ട് അബ്നി കോബെ ആഷ്ബേൻ. അവൻ എന്ന് വരും ചോദിക്കാനായിട്ട് വീണ്ടും തുമിക്ക് എന്താണോ അത് തന്നെയാണ് ഭാവി കാലത്തിൽ അവൻ, അവൾ എന്ന് പറഞ്ഞ വാക്കുകൾ, അതായത് ഷേ എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത്. അപ്പം ഷേ കോബെ ആഷ്ബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ന് വരും. ഷേ കോബെ ആഷ്ബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൾ എന്ന് വരും. താര കോബെ ആഷ്ബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ന് വരും. പിന്നെ അദ്ദേഹം എന്ന് ചോദിക്കാനായിട്ട് തിനി കോബെ ആഷ്ബെ. കാരണം തിനി എന്ന് പറഞ്ഞ വാക്കിന് ഈ എന്താണോ ആപ്നിക്ക് വരുന്നത് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ ഒരു ക്രിയ, അതായത് ജാവു, പോകൂ. ഓക്കെ, ഞാൻ എന്ന് പോകും എന്ന് ഞാൻ ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. നീ എന്ന് പോകും ചോദിക്കാനായിട്ട് തുമി കോബെ ജാബേ. താങ്കൾ എന്ന് പോകും ചോദിക്കാനായിട്ട് അബ്നി കോബെ ജാബേൻ. പിന്നെ അവൻ എന്ന് പോകും ചോദിക്കാനായിട്ട് ഷേ കോബെ ജാബേ. അവൾ എന്ന് പോകും ചോദിക്കാനായിട്ടും ഷേ കോബെ ജാബേ. അവൾ എന്ന് പോകും ചോദിക്കാനായിട്ട് താരോ കോബെ ജാബേ. അതിനുശേഷം അദ്ദേഹം എന്ന് പോകും ചോദിക്കാനായിട്ട് തിനി കോബെ ജാബേൻ. ഓക്കെ, രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തത് ബോൽ, പറയൂ. ഞാൻ എന്ന് പറയും പറയാറില്ല, അതുകൊണ്ട് നീ എന്ന് പറയും ചോദിക്കാനായിട്ട് തുമി കോബെ ബോൽബേ. താങ്കൾ എന്ന് പറയും ചോദിക്കാനായിട്ട് അപ്നി കോബെ ബോൽബേൻ. അവൻ എന്ന് പറയും അല്ലെങ്കിൽ അവൾ എന്ന് പറയും ചോദിക്കാനായിട്ട് ഷേ കോബെ ബോൽബേ. അതിനുശേഷം താര കോബെ ബോൽബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ന് പറയും. പിന്നെ തിനി കോബെ ബോൽബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയും. ഓക്കെ, ഇനി അവസാനത്തത് കൊർ, ചെയ്യൂ. ഞാൻ എന്ന് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. നീ എന്ന് ചെയ്യും ചോദിക്കാനായിട്ട് തുമി കോബെ കൊർബെ. ഇതിനൊപ്പം വേണമെങ്കിൽ കാജ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം, ജോലി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. അപ്പം തുമി കോബെ കാജ് കോർബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ന് ജോലി ചെയ്യും. ഓക്കെ, കാജ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ എടുത്ത് ഉപയോഗിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. താങ്കൾ എന്ന് ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് ആപ്നി കോബെ കൊർബേൻ. പിന്നെ ഷേ കോബെ കൊർബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ന് ചെയ്യും അല്ലെങ്കിൽ അവൾ എന്ന് ചെയ്യും. താര കോബെ കൊർബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ന് ചെയ്യും. പിന്നെ തിനി കോബെ കൊർബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് ചെയ്യും. ഓക്കെ, അപ്പം ഓക്കെ, ഞാൻ ഇന്നും നമ്മൾ, ഞങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ചില്ല, മിസ്സായി പോയതാണ്. അപ്പം ആമിക്ക് എന്താണോ അതാണ് ആമ്ര. അപ്പം ആമ്ര. ഓക്കെ, ആമി എന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് ആമ്ര പറയുന്നത്? ഓക്കെ, നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ, ഇനി അപ്പം ഭാവികാലം കഴിഞ്ഞു. വർത്തമാനകാലം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവൻ എന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, താങ്കൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളൊന്നും ഉപയോഗിക്കില്ലല്ലോ, ലോജിക്കൽ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് വർത്തമാനകാലം നമുക്ക് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്തേക്കാം. ഇനിയുള്ളത് ഭൂതകാലമാണ്. ഓക്കെ, വന്നു, പോയി, പറഞ്ഞു, ചെയ്തു. ഓക്കെ, അപ്പം ഇതിന് ആമി എന്ന് പറഞ്ഞ വാക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ എന്നാണ് വന്നത്, ആമി കോബെ ഏഷച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാണ് വന്നത്. ഇനി നീ എന്നാണ് വന്നത് ചോദിക്കാനായിട്ട് തുമി കോബെ ഏഷച്ചോ. അപ്നി കോബെ ഏഷച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്നാണ് വന്നത്. അവൻ എന്നാണ് വന്നത് ചോദിക്കാനായിട്ടും അവൾ എന്നാണ് വന്നത് ചോദിക്കാനായിട്ടും ഷേ കോബെ ഏഷച്ചെ. പിന്നെ അവർ എന്നാണ് വന്നത് ചോദിക്കാനായിട്ട് താര കോബെ ഏഷച്ചെ. തിനി കോബെ ഏഷച്ചേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നാണ് വന്നത്. അടുത്തത് ജാവു എന്നതിന്റെ ഭൂതകാലം, അതായത് പോയി. ഓക്കെ, ഞാൻ എന്നാണ് പോയതെന്ന് ചോദിക്കാനായിട്ട് അമി കോബെ ഗിയച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാണ് പോയത്. ഇനി നീ എന്നാണ് പോയി ചോദിക്കാനായിട്ട് തുമി കോബെ ഗിയച്ചോ. ഓക്കെ, ഇനി താങ്കൾ എന്നാണ് പോയി ചോദിക്കാനായിട്ട് അബ്നി കോബെ ഗിയച്ചേൻ. ഓക്കെ, അടുത്തത് അവൻ അവൾ. അവൻ എന്നാണ് പോയി ചോദിക്കാനായിട്ടും അവൾ എന്നാണ് പോയി ചോദിക്കാനായിട്ടും അവിടെ ഗി എ എന്ന് വരില്ല, ഗേ ആണ്. അപ്പം ഷേ കോബെ ഗേ ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൻ എന്നാണ് പോയത് അല്ലെങ്കിൽ അവൾ എന്നാണ് പോയത്. ഇനി താര കോബെ ഗിയേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നാണ് പോയത്. അതേപോലെ തന്നെ തിനി കോബെ ഗിയേച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നാണ് പോയത്. ഓക്കെ, മൂന്നാമത്തത് ബോൽ പറയൂ, പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് അമി കോബെ ബോലേച്ചി. ഇനി നീ എന്നാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് തുമി കോബെ ബോലേച്ചോ. ഇനി താങ്കൾ എന്നാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് അബ്നി കോബെ ബോലേച്ചേൻ. അവൻ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവൾ എന്നാണ് പറഞ്ഞു ചോദിക്കാനായിട്ട് ഷേ കോബെ ബോലേച്ചേ. താര കോബെ ബോലേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നാണ് പറഞ്ഞത്. പിന്നെ തിനി കോബെ ബോലേച്ചേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നാണ് പറഞ്ഞത്. നാലാമത്തത് അവസാനത്തേത്, ഇവിടെ ഞാൻ ആമ്ര എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറയുന്നില്ല, അവസാനം പറയാം. ഓക്കെ, നാലാമത്തത് കൊർ ചെയ്യൂ, അതിന്റെ പാസ്റ്റ് ടെൻസ് ചെയ്തു. ഓക്കെ, ഞാൻ എന്നാണ് ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് അമി കോബെ കൊറേച്ചി. അവിടെ അമി കോബെ കാജ് കൊറേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് ജോലി ചെയ്തത്. ഓക്കെ, ഇനി നീ എന്നാണ് ചെയ്തെന്ന് ചോദിക്കാനായിട്ട് തുമി കോബെ കൊറേച്ചോ അല്ലെങ്കിൽ തുമി കോബെ കാജ് കൊറേച്ചോ എന്ന് ചോദിച്ചാൽ നീ എന്നാണ് ജോലി ചെയ്തത്. ആബ്നി കോബെ കൊറേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്നാണ് ചെയ്തത്. ഷേ കോബെ കൊറേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നാണ് ചെയ്തത് അല്ലെങ്കിൽ അവൾ എന്നാണ് ചെയ്തത്. താര കോബെ കൊറേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നാണ് ചെയ്തത്. തിനി കോബെ കൊറേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒപ്പം ഈ ആമി എന്ന് പറഞ്ഞതിന് പകരം ആമ്ര എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ അതേ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് കിട്ടും. അതായത് ഇപ്പം ഞാൻ എന്നാണ് വന്നതെന്ന് ചോദിക്കാനായിട്ട് അമി കോബെ ഏഷ്യച്ചി എന്നാണല്ലോ. അതിന് പകരം ആമ്ര കോബെ ഏഷ്യച്ചി എന്ന് വെച്ചാൽ നമ്മൾ എന്നാണ് വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് വന്നത്. അതേപോലെ തന്നെ ഗിയേച്ചി, ബോലേച്ചി, കൊറേച്ചി എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് തൊട്ട് മുൻപത്തെ വീട്ടിൽ പറഞ്ഞത് ഈ കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ്. ഇന്ന് പറഞ്ഞത് കോബെ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ്. രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ബാക്കി ഗണിലെ വ്യത്യാസമൊന്നുമില്ല. കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഒരു സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സമയമോ ദിവസമോ എന്ന് വേണമെങ്കിലും ആകാം. ഇവിടെ കോബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന്. അവിടെ അതിന് ഉത്തരമായിട്ട് ഒരിക്കലും പ്രത്യേക ഒരു സമയം എടുത്ത് പറയാൻ പാടില്ല, ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന്, എപ്പോൾ എന്ന്. പിന്നെ ഇന്ന് പറഞ്ഞ വേറെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന്, ഇന്നലെ, നാളെ, മിനിയാന്ന്, പിന്നെ നാളെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ. ഇതൊക്കെ എങ്ങനെയാണ് ബംഗാളിൽ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.